നമസ്കാരം. പ്രപഞ്ചജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ലോകം വാക്കുകളാൽ നിർമ്മിതമാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ അതേ വാക്കുകൾ തന്നെ ഒരാളുടെ നാശത്തിനും കാരണമായേക്കാം. പണ്ടുകാലം മുതൽക്കേ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. നമ്മുടെ നാവാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവും ശത്രുവും. ഒരു പൂട്ട് എങ്ങനെയാണോ ഒരു നിധിശേഖരത്തെ സംരക്ഷിക്കുന്നത്, അതുപോലെ ചില രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അടച്ചുവെക്കുന്നത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും. പലപ്പോഴും നമ്മൾ വിശ്വസിച്ച് ഒരാളോട് പറയുന്ന കാര്യങ്ങൾ പിന്നീട് നമുക്കെതിരെ തന്നെ ആയുധമായി മാറുന്നത് കണ്ടിട്ടില്ലേ? വിവേകമുള്ള ഒരു മനുഷ്യൻ തൻ്റെ കരുത്തും ബലഹീനതയും എപ്പോൾ പുറത്തുവിടണം എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കും. ആഴക്കടൽ ശാന്തമായിരിക്കുന്നത് അതിൻ്റെ ആഴം കൊണ്ടാണ്. അതുപോലെ മനക്കരുത്തുള്ളവർ തങ്ങളുടെ സ്വകാര്യതകളെ കാത്തുസൂക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിത വിജയത്തിനും അന്തസ്സിനും വേണ്ടി ഒരിക്കലും മറ്റൊരാളുമായി പങ്കുവെക്കാൻ പാടില്ലാത്ത 5 സുപ്രധാന രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഈ അറിവുകൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു രക്ഷാകവചം പോലെ സംരക്ഷിക്കും. ഒന്നാമത്തെ രഹസ്യം: സാമ്പത്തിക ഭദ്രതയുടെ സ്വകാര്യത. നിങ്ങളുടെ പഴ്സിന്റെ വലിപ്പം നിങ്ങളല്ലാതെ മറ്റാരും അറിയേണ്ടതില്ല. പണത്തെ ഒരു വേരിനോട് ഉപമിക്കാം. അത് മണ്ണടിയിൽ മറഞ്ഞിരിക്കുമ്പോഴാണ് മരത്തിന് കരുത്ത് ലഭിക്കുന്നത്. നിങ്ങളുടെ സമ്പാദ്യം എത്രയാണെന്ന് നിങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ചില ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തുകയാണ്. ലോകം എപ്പോഴും പണത്തിന് പിന്നാലെയാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ സ്നേഹം അഭിനയിച്ച് അനേകം പേർ നിങ്ങളെ വളയും. അവരുടെ സ്നേഹം നിങ്ങളോടല്ല, മറിച്ച് നിങ്ങളുടെ സമ്പത്തിനോടായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാര്യവും. ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അത് ലോകത്തോട് വിളിച്ചു പറയരുത്. ലോകം വിജയികളെ മാത്രമേ ബഹുമാനിക്കൂ. നിങ്ങളുടെ ഇല്ലായ്മകളെക്കുറിച്ച് നിങ്ങൾ പരാതിപ്പെടുമ്പോൾ ആളുകൾ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം നിങ്ങളിൽ നിന്ന് അകന്നു മാറാനാണ് ശ്രമിക്കുക. നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ ഉള്ളിലെ കനലായിരിക്കട്ടെ. ആ കനലിനെ ഊതിക്കത്തിച്ച് വിജയത്തിലേക്ക് കുതിക്കുക. നിങ്ങളുടെ സാമ്പത്തിക നില എന്ത് തന്നെയായാലും അത് മുഖത്ത് പ്രകടിപ്പിക്കാതിരിക്കുക. പണം നിശബ്ദമായി സമ്പാദിക്കുക. അത് നിങ്ങളുടെ സുരക്ഷയ്ക്കായി മാത്രം ഉപയോഗിക്കുക. രണ്ടാമത്തെ രഹസ്യം: കഴിഞ്ഞുപോയ മുറിവുകളും അവഗണനകളും. ജീവിതയാത്രയിൽ നമ്മൾ പലരിൽ നിന്നും അവഗണനകളും അപമാനങ്ങളും നേരിട്ടിട്ടുണ്ടാകാം. ആ മുറിവുകൾ മറ്റൊരാൾക്ക് മുൻപിൽ തുറന്നുകാട്ടുന്നത് നിങ്ങളുടെ ബലഹീനത വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. നിങ്ങളെ ഒരാൾ അപമാനിച്ചു എന്നത് മറ്റൊരാളോട് പറയുമ്പോൾ നിങ്ങൾ ആ വേദനയെ വീണ്ടും ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഇരയായി മാറുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. കൂടാതെ നിങ്ങളെ എവിടെ കുത്തിയാൽ വേദനിക്കുമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത്. ഭാവിയിൽ അവർക്ക് നിങ്ങളെ തളർത്താൻ ഈ വിവരങ്ങൾ മതിയാകും. അപമാനങ്ങളെ ഉള്ളിലൊതുക്കി അതിനെ ഒരു ഊർജ്ജമാക്കി മാറ്റുക. നിങ്ങളെ പരിഹസിച്ചവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ്. ആ വിജയം സംഭവിക്കുന്നതുവരെ നിങ്ങളുടെ പഴയ മുറിവുകളെക്കുറിച്ച് മൗനം പാലിക്കുക. വേദനകളെ ശക്തിയാക്കി മാറ്റുന്നവനാണ് യഥാർത്ഥ പോരാളി. മൂന്നാമത്തെ രഹസ്യം: വിരിഞ്ഞു വരാത്ത ലക്ഷ്യങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്വപ്നമുണ്ടോ? ഒരു പുതിയ പദ്ധതി തുടങ്ങാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണോ? എങ്കിൽ അത് പൂർത്തിയാകുന്നതുവരെ അതിനെക്കുറിച്ച് ആരോടും മിണ്ടാതിരിക്കുക. ഒരു വിത്ത് മണ്ണടിയിൽ ഇരുട്ടത്തിരിക്കുമ്പോഴാണ് അത് മുള പൊട്ടുന്നത്. അതിനെ നേരത്തെ പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് നശിച്ചുപോകും. നിങ്ങളുടെ പദ്ധതികൾ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വ്യാജ സംതൃപ്തിയുണ്ട്. ഇത് ആ ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ താൽപ്പര്യം കുറയ്ക്കും. മാത്രമല്ല, നിങ്ങളുടെ ആശയങ്ങൾ മറ്റൊരാൾ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ആത്മവീര്യം കെടുത്താനോ സാധ്യതയുണ്ട്. ആളുകളുടെ അസൂയ നിറഞ്ഞ നോട്ടം നിങ്ങളുടെ ഊർജ്ജത്തെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ നീക്കങ്ങൾ രഹസ്യമായിരിക്കട്ടെ. സിംഹം പതുങ്ങുന്നത് ഭയം കൊണ്ടല്ല, മറിച്ച് ഇരയെ കൃത്യമായി പിടിക്കാനാണ്. നിശബ്ദമായി പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ഇടിമുഴക്കമായി മാറട്ടെ. നാലാമത്തെ രഹസ്യം: കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ. നിങ്ങളുടെ വീട് നിങ്ങളുടെ കോട്ടയാണ്.
ആ കോട്ടയ്ക്കുള്ളിൽ നടക്കുന്ന കൊച്ചു കൊച്ചു പിണക്കങ്ങളും വഴക്കുകളും പുറം ലോകം അറിയരുത്. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ അത് പുറത്തുള്ള ഒരാളോട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇടപെടാൻ അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് വെറുമൊരു വിനോദം മാത്രമാണ്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ പിന്നീട് നാട് മുഴുവൻ ചർച്ചയായേക്കാം. ഒരിക്കൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സ് പുറത്തായി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ്. പുറത്തുനിന്നുള്ളവർ ഒരിക്കലും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കില്ല. പകരം അവരൊരു പക്ഷം ചേർന്ന് കലഹം വർദ്ധിപ്പിക്കാനേ നോക്കൂ. നിങ്ങളുടെ വീടിനുള്ളിലെ പുക പുറത്തു പോകാൻ അനുവദിക്കരുത്. പ്രശ്നങ്ങൾ എന്തുതന്നെ ആയാലും അത് വീട്ടിലെ അംഗങ്ങൾ ചേർന്ന് സംസാരിച്ച് തീർക്കുക. ഐക്യമുള്ള കുടുംബത്തെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. 5ാമത്തെ രഹസ്യം: നിങ്ങളുടെ വ്യക്തിപരമായ ബലഹീനതകൾ. ഓരോ മനുഷ്യനും ഭയങ്ങളും പോരായ്മകളും ഉണ്ടാകും. അത് തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്നാൽ ആ പോരായ്മകൾ മറ്റുള്ളവർക്ക് മുന്നിൽ വിളിച്ചു പറയരുത്. ലോകം ഒരു മത്സരവേദിയാണ്. അവിടെ നിങ്ങളുടെ ദൗർബല്യം ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധമാണ്. നിങ്ങൾ എന്തിനെയാണോ ഭയപ്പെടുന്നത് അവിടെ തന്നെയാകും ആളുകൾ പ്രഹരിക്കുക. നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങൾ തന്നെ നേരിടുക. മറ്റൊരാളുടെ സഹായം തേടേണ്ടി വന്നാൽ അത് വിശ്വസ്തനായ ഒരു ഗുരുവിനോടോ അല്ലെങ്കിൽ ഒരു വിദഗ്ധനോടോ മാത്രമാകട്ടെ. അല്ലാത്തവരുടെ മുൻപിൽ മനസ്സ് തുറക്കുന്നത് നിങ്ങളെ കൂടുതൽ ദുർബലനാക്കും. ഒരു ആമ അപകടം മണക്കുമ്പോൾ തന്റെ തലയും കാലുകളും പുറന്തോടിനുള്ളിലേക്ക് വലിച്ച് സുരക്ഷിതനാകുന്നതുപോലെ പ്രതിസന്ധികളിൽ നിങ്ങളുടെ സ്വകാര്യതകൾ കവചമാക്കുക. നിങ്ങളുടെ ശക്തി ലോകത്തെ അറിയിക്കുക. ബലഹീനതകളെ സ്വയം തിരുത്തുക. ഇതാണ് അതിജീവനത്തിന്റെ തന്ത്രം. പ്രിയപ്പെട്ടവരെ, മൗനമെന്നത് ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ കരുത്താണ്. എവിടെ സംസാരിക്കണമെന്നും എവിടെ നിശബ്ദത പാലിക്കണമെന്നും അറിയുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളെ സുരക്ഷിതനാക്കുന്ന കവചങ്ങളാണ്. ആ കവചം അഴിച്ചുവെച്ച് സ്വയം അപകടത്തിലാകാതിരിക്കുക. നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. ഒരു വാക്ക് നാവിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ വാക്കിന്റെ അടിമയാണ്. എന്നാൽ ആ വാക്ക് ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ യജമാനനാണ്. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഭദ്രമായി സൂക്ഷിക്കുക. കാലത്തിന്റെ എത്ര വലിയ കുത്തൊഴുക്ക് വന്നാലും നിങ്ങളൊരു പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. നിങ്ങളുടെ വിജയം പ്രപഞ്ചം നിശ്ചയിച്ചു കഴിഞ്ഞ ഒന്നായി മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകിയെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത്തരം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ട്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ജീവിത പാഠങ്ങൾക്കായി പ്രപഞ്ചജാലകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നന്ദി.